ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. നമ്മളിപ്പോൾ പോണത് വാഗമണിലേക്കാണ്. പൂജ ഹോളിഡേ ആയതുകൊണ്ട് 2-3 ദിവസം അവധിയാണല്ലോ. അപ്പം നമുക്ക് ഇന്ന് അവിടെ പോയി താമസിക്കാം. ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തെങ്കിൽ റൂം കിട്ടാൻ പാടാവില്ല. നമ്മൾ റിസോർട്ട് ഇരിക്കണ എവിടെയാണെന്നറിയോ? ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറി ഒരു തേയിലത്തോട്ടത്തിന്റെ നടുവിലിരിക്കുന്ന വീടാട്ടോ നമ്മുടെ പുതിയ റിസോർട്ടാണ്. നമ്മളാട്ടോ അവിടുത്തെ ആദ്യത്തെ താമസക്കാര്. പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആട്ടെ കാണുന്നത്. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടമൊക്കെ നല്ല ഭംഗിയിലുണ്ട് കേട്ടോ. ഇവിടെ എല്ലാരും വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. വലിയ വെള്ളച്ചാട്ടോ. ഇത്രയും ദിവസം നല്ല മഴയൊക്കെ ആവുന്നു. ഇന്ന് നമ്മൾ പോകാമെന്ന് വെച്ചപ്പോ നല്ല വെയിൽ. അതുകൊണ്ട് നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് ഓർത്തോണ്ട് ഇച്ചിരി ടെൻഷൻ ഉണ്ട്. തണുപ്പുണ്ടാവും, നോക്കാം മഴ പെയ്യുമെന്ന്. മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. മേഘങ്ങളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിരുന്നു. നീലാകാശവും പൂക്കളും തേയിലത്തോട്ടവും എല്ലാം കൊണ്ടും ഇതൊരു നല്ല യാത്രയായിരുന്നു. ഇനി വരുന്ന സ്ഥലം എല്ലാരും വണ്ടി നിർത്തുന്ന വ്യൂ പോയിന്റ് ആണ്. നമ്മള് അവിടെ നിർത്തി ഇറങ്ങിട്ടോ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടാണ് പോയി. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ ടൗണൊക്കെ കാണാവേ. പണ്ട് ഈ കൈവരി ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ കൈവരയൊക്കെ വെച്ചു. കാണുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം കേട്ടോ. എനിക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഇറങ്ങിയതാട്ടോ. ഇപ്പൊ തേയിലത്തോട്ടമൊക്കെ എത്തി തുടങ്ങിട്ടോ. ഇവിടെ നേരം മലകളും വെള്ളച്ചാട്ടമൊക്കെ ആണെങ്കിൽ ഇനി തേയിലത്തോട്ടം. ഇവിടുന്ന് ഇച്ചിരി തണുപ്പൊക്കെ ഉള്ള സ്ഥലമായി തുടങ്ങിട്ടോ. എനിക്ക് ഇങ്ങനത്തെ തണുപ്പ് സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. വഴിയരികിലുള്ള ഈ കാഴ്ചകളൊക്കെ ആട്ടോ ഈ കാണുന്നത്. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. ഇത്രയും നേരം വഴിയൊക്കെ കാലിയാർന്ന്, ഇനി അങ്ങോട്ട് വണ്ടികളുടെ ഘോഷയാത്രയാണ്. നോക്കിക്ക് എന്ത് ബ്ലോക്കാണ്. ഞങ്ങൾ കുറെ നേരം അതിൽ പെട്ടു. ഒരു കടയിലെ ഫ്രണ്ടിൽ ഇച്ചിരി സ്ഥലം കിട്ടി. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, ആ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങൾ ഓർത്ത് വേറൊരു സ്ഥലത്തേക്ക് പോകണ്ട, റൂമിലേക്ക് പോകാൻ. നമ്മുടെ റിസോർട്ട്. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണേ. അവിടെ അമ്മി അപ്പുച്ചയൊക്കെ പാട്ട് പാടാട്ടോ. ഗൈസിൽ നമ്മൾ കുറെ നേരം കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരുന്നു. 9 മണിയൊക്കെ ആയത്തേക്ക് ഫുഡ് വന്നു. ഇത് വാഗമണിന്റെ രാവിലത്തെ ഭംഗിയൊക്കെ ആയിട്ട് കാണണേ. ഇതാട്ടോ നമ്മൾ റിസോർട്ടിന്റെ പുറം വശം. രാവിലെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് കോംപ്ലിമെന്ററി ആണേ. ഇവിടുത്തെ കാഴ്ച